ഹായ് ഹലോ. ഏത്തപ്പഴം വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടി വാ. നമുക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏത്തപ്പഴത്തിൻ്റെ ലഡു ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്തി ലഡു. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്പൂൺ നെയ്യെടുത്ത് ചീനച്ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ലായനി ചേർത്ത് കൊടുക്കാം. ശർക്കര ലായനിയുടെ കൂടെ ഒരു കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് അറഞ്ചം പുറഞ്ചിട്ട് ഇളക്കണം. നമ്മുടെ ഇളക്കല്ല് ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം, ഇതുപോലെ. അപ്പോൾ ഉടഞ്ഞു കിട്ടിയ ഏത്തപ്പഴത്തിലേക്ക് ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കണം, ഹെൽത്തി മുഖ്യം. അപ്പം റാഗി പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പിന്നെയും ഇട്ട് അറഞ്ചം പുറഞ്ച് ഇളക്കി നമ്മുടെ മാവ് നന്നായിട്ട് ഇപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുവരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഏലക്ക പൗഡറും ഒരു കപ്പ് കാഷ്യൂവും പിന്നെ അല്പം ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ളതുപോലെ ചേർത്താൽ മതി കേട്ടോ, ഇതൊന്നും മുഖ്യമല്ല. എൻ്റെ കയ്യിലിപ്പോൾ ഇതൊക്കെ ഇരിക്കണുണ്ട് ചേർത്തെന്ന് മാത്രം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് വെന്ത് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിതിനെ ഉരുളകളാക്കി എടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.